നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് അതാണ് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലേ. 3 സബ് ടോപ്പിക്കുകളാണ് ഈ ടോപ്പിക്കിനകത്തുള്ളത്. അതിൽ നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന സബ് ടോപ്പിക്ക് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു സബ് ടോപ്പിക്കിനകത്തോട്ടാണ് വരേണ്ടത്. എന്താണ്? കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അത് മാത്രമല്ല, പഠിക്കുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഭാഗമാണ്. അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പരമാവധി ഒരു 3-4 ക്ലാസ് കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. അതിനു മുമ്പ് വേറൊരു കാര്യം, പലരും ചോദിക്കും, സാറേ ഈ ടോപ്പിക്ക് തീർക്കോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയാം. ആസ്ഥ അക്കാഡമി ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. പൂർത്തീകരിക്കാത്ത ഒരു ടോപ്പിക്കും ഇല്ല. പക്ഷേ പഠിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പഠിപ്പിക്കത്തില്ല. പക്ഷെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിക്കും. അതുകൊണ്ട് സംശയമൊന്നും വേണ്ട, ഈ ടോപ്പിക്ക് നമ്മൾ പൂർത്തീകരിച്ചിരിക്കും. ആസ്ഥ അക്കാഡമിയെ വിശ്വസിച്ച് ഈ ടോപ്പിക്കിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും നിരാശരാകേണ്ടി വരത്തില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഭാഗത്ത് മുഴുവൻ മാർക്കും ലഭിക്കുകയും ചെയ്യും. ഇത് ആസ്ഥ നൽകുന്ന വാക്ക്. ഇനി നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നമ്മുടെ ടോപ്പിക് എന്താണ്? കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, അതായത് വനം വന്യജീവി സംരക്ഷണം അല്ലേ. അതിലോട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ടത് ഒരു നിയമമാണ്. 1927 ഇന്ത്യൻ വന നിയമം. നമ്മുടെ രാജ്യത്ത് ഇന്ന് പ്രധാനമായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് 1927 ഇന്ത്യൻ വന നിയമം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമമാണ് 1980 വന സംരക്ഷണ നിയമം. ഈ 2 നിയമങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, 1927 ഇന്ത്യൻ വന നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിലെ വനങ്ങൾ, ആ വനങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് വന ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ആക്ടാണ് ഇന്ത്യൻ വന നിയമം 1927. എന്നാൽ 1980 വന സംരക്ഷണ നിയമത്തിൽ പ്രധാനമായും പറയുന്നത് വന നശീകരണം, അത് തടയുന്നതിനുള്ള മാർഗങ്ങൾ, വന നശീകരണം തടയുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 1980 വന സംരക്ഷണ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി നമുക്ക് നിയമത്തിലോട്ട് വരാം. 1927 ഇന്ത്യൻ വന നിയമം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ രാജ്യത്ത് വന്ന ആദ്യ വന നിയമം ഇതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനു മുമ്പ് 1865 ബ്രിട്ടീഷുകാർ വേറൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വന നിയമം. ആ വന നിയമത്തിൽ 1878 ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ആ പറഞ്ഞ നിയമമെല്ലാം പൊളിച്ചെഴുതി പിന്നീട് പുതുതായിട്ടുണ്ടാക്കിയ ഒരു നിയമമാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ വന്ന നിയമമാണ് ഇന്ത്യൻ വന നിയമം 1927. ഈ നിയമത്തിൽ 13 അധ്യായങ്ങളാണുള്ളത്. ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 13 അധ്യായങ്ങളാണ്. ആ 13 അധ്യായങ്ങളിലുള്ള ഇന്ത്യൻ വന നിയമം, ആ വന നിയമപ്രകാരം ഇന്ത്യയിലെ വനങ്ങളെ പ്രധാനമായിട്ട് 3 തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വനങ്ങളെ പ്രധാനമായിട്ട് 3 തരംതിരിച്ചിട്ടുണ്ട് 1927 വന നിയമപ്രകാരം. ആ 3 വനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് റിസർവ് വനങ്ങൾ. റിസർവ് വനങ്ങൾ എന്താണ്? റിസർവ് വനങ്ങൾ എന്നുള്ളത് പറയേണ്ട കാര്യമില്ല, പല ക്ലാസ്സുകളിലായിട്ട് സംസാരിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വില്ലേജ് വനങ്ങൾ അഥവാ ഗ്രാമീണ വനങ്ങൾ, ഗ്രാമീണ വനങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് സംരക്ഷിത വനങ്ങൾ അല്ലെ. അപ്പൊ 1927 ഇന്ത്യൻ വന നിയമപ്രകാരം ഇന്ത്യൻ വനങ്ങളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3 തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? റിസർവ് വനങ്ങൾ, വില്ലേജ് വനങ്ങൾ, സംരക്ഷിത വനങ്ങൾ. ഞാൻ പറഞ്ഞു ഈ നിയമത്തിൽ 13 അധ്യായങ്ങളുണ്ടെന്ന്. അതിൽ 2ാമത്തെ അധ്യായത്തിലാണ് റിസർവ് വനങ്ങളെ കുറിച്ച് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും, 1927 ഇന്ത്യൻ വന നിയമത്തിൽ റിസർവ് വനങ്ങളെ കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണ്? അധ്യായം 2.
പിന്നെ അത് കഴിഞ്ഞിട്ട് വില്ലേജ് വനങ്ങൾ. വില്ലേജ് വനങ്ങളെ കുറിച്ച് പറയുന്നത് ഏതിലാ? അധ്യായം 3-ലാണ്. സംരക്ഷിത വനങ്ങളെ കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാ? അധ്യായം 4. അപ്പോൾ 2, 3, 4 റിസർവ് വനങ്ങൾ, വില്ലേജ് വനങ്ങൾ, സംരക്ഷിത വനങ്ങൾ. അത്രയും മാത്രം നിങ്ങൾ തൽക്കാലം അവിടെ ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ വേറെ ചില ഭാഗത്ത് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു നിയമത്തിലോട്ട് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ്. തീർച്ചയായിട്ടും ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കും. ഈ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കും. ശ്രദ്ധിച്ച് പഠിക്കണം. വന്യജീവി സംരക്ഷണ നിയമം, അല്ലെ? നിങ്ങൾക്ക് പരിചയമുള്ള ഒരു നിയമമാണ്, അല്ലാതെ തന്നെ നിങ്ങൾ പല ഭാഗത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം 1972 രൂപീകരിക്കപ്പെട്ട നിയമമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം. 1972 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി, അല്ലെ? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് 1972 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം. ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമായിട്ടുള്ള നിയമമാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിച്ചു വെക്കണം. ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 7 അധ്യായങ്ങൾ, 4 ഷെഡ്യൂളുകൾ. 7 അധ്യായങ്ങളും 4 ഷെഡ്യൂളുകളുമാണ്, 4 പട്ടികകളുമാണ് ഇതിനകത്തുള്ളത്. വന്യജീവി സംരക്ഷണ നിയമത്തിലുള്ളത് 1972, അല്ലെ? ഇന്ത്യൻ വന നിയമം 1927, അതിൽ 13 അധ്യായങ്ങളുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം 972, അതിനകത്ത് എത്ര അധ്യായങ്ങളാ? അതിനകത്ത് 7 അധ്യായങ്ങൾ, 4 ഷെഡ്യൂളുകൾ. ചിലപ്പോൾ ചില പുസ്തകങ്ങളിൽ 6 ഷെഡ്യൂളുകൾ എന്ന് തന്നിരിക്കും. നേരത്തെ അത് 6 ഷെഡ്യൂളുകളായിരുന്നു. ഈ പറഞ്ഞ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 2022 ഒരു ഭേദഗതി വന്നായിരുന്നു. അന്ന് ആ ഭേദഗതി ഉണ്ടായ സമയത്ത് 6 ഷെഡ്യൂളുകൾ എന്നുള്ളതിനെ വെട്ടിച്ചുരുക്കി ഇപ്പോൾ എത്ര ആക്കിയിട്ടുണ്ട്? 4 ഷെഡ്യൂളുകൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ എത്ര ഷെഡ്യൂളേ ഉള്ളൂ? 4 ഷെഡ്യൂളേ ഉള്ളൂ. എത്ര അധ്യായങ്ങളുണ്ട്? 7 അധ്യായങ്ങളുണ്ട്. ശ്രദ്ധിച്ച് വയ്ക്കണം. അതില് അധ്യായം 2 ദേശീയ വന്യജീവി ബോർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ വന്യജീവി ബോർഡ്, NBWL, നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. അതുപോലെ സംസ്ഥാന വന്യജീവി ബോർഡ്, സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. അപ്പൊ അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ഏതിൽ പറയുന്നുണ്ട്? ഈ പറഞ്ഞ വന്യജീവി സംരക്ഷണ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഏത് അധ്യായത്തിലാണ് ദേശീയ വന്യജീവി ബോർഡ്, സംസ്ഥാന വന്യജീവി ബോർഡ് എന്നിവയെക്കുറിച്ച് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ അധ്യായം 2. ഇവിടെ ഓരോ അധ്യായത്തിലെയും കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ 7 അധ്യായമുണ്ട്, അല്ലെ? 7 അധ്യായം. അതിൽ 2ാമത്തെ അധ്യായത്തിലാണ് ഏതിനെ കുറിച്ച് പറയുന്നത്? ദേശീയ വന്യജീവി ബോർഡിനെ കുറിച്ച്, സംസ്ഥാന വന്യജീവി ബോർഡിനെ കുറിച്ച് പറയുന്നത്. അധ്യായം 2. അധ്യായം 1 എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ്, പ്രാരംഭം എന്നുള്ളതാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അധ്യായം 2 പഠിച്ചു വെക്കണം. ദേശീയ വന്യജീവി ബോർഡ്, സംസ്ഥാന വന്യജീവി ബോർഡ് എന്നിവയെക്കുറിച്ച് വന്യജീവി സംരക്ഷണ നിയമത്തിൽ പറയുന്നത് അധ്യായം 2-ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 3 വന്യജീവി സംരക്ഷണ നിയമം അധ്യായം 3 എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ വന്യമൃഗങ്ങളുടെ വേട്ടയാടലിനെ കുറിച്ച് പറയുന്നു. ഏതൊക്കെ മൃഗങ്ങളെ വേട്ടയാടാം, വേട്ടയാടിക്കൂടാ എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ് അധ്യായം 3. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗങ്ങളുടെ വേട്ടയാടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഏത് അധ്യായത്തിലാണ് എന്ന് ചോദിച്ചാൽ അധ്യായം 3-ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു അധ്യായമുണ്ട്, അധ്യായം 3A. കേൾക്കുമ്പോൾ തന്നെ അറിയാം, പിന്നീട് കുത്തിക്കയറ്റിയ ഒരു അധ്യായമാണ്, അല്ലെ? അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞേനെ. 3A എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം പിന്നീട് കൊണ്ടുവന്ന ഒരു അധ്യായമാണ്. അധ്യായം 3A പറയുന്ന കാര്യം എന്ത്? അധ്യായം 3A പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സംരക്ഷിക്കേണ്ട പ്രത്യേക സസ്യങ്ങൾ, അല്ലെ? അധ്യായം 3 പറഞ്ഞ എന്താണ്? മൃഗങ്ങളുടെ വേട്ടയാടൽ. അപ്പോൾ ഏതിനെയൊക്കെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ മൃഗങ്ങളെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഏതൊക്കെ സസ്യങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അധ്യായം 3A പറയുന്നത്. അപ്പൊ കാട്ടിനകത്ത് കയറി പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ സസ്യങ്ങളെ പിഴുതെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കുറ്റമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അധ്യായം 3A പറയുന്നത് സംരക്ഷിക്കേണ്ട പ്രത്യേക സസ്യങ്ങളെ കുറിച്ചാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 4
അധ്യായം 4 പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ സംരക്ഷിത പ്രദേശങ്ങൾ. സംരക്ഷിത പ്രദേശങ്ങൾ. ചിലപ്പോൾ അധ്യായം 4 സംരക്ഷിത പ്രദേശങ്ങൾ എന്ന് തന്നിരിക്കില്ല, പകരം ദേശീയ പാർക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും, കടുവാ സങ്കേതങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം എന്താണ്? സംരക്ഷിത പ്രദേശങ്ങളാണ്. അപ്പോൾ 1972 വന്യജീവി സംരക്ഷണ നിയമം, ആ വന്യജീവി സംരക്ഷണ നിയമത്തിൽ അധ്യായം 2 ദേശീയ വന്യജീവി ബോർഡ്, സംസ്ഥാന വന്യജീവി ബോർഡിനെ കുറിച്ച് പറയുന്നു. അധ്യായം 3 മൃഗങ്ങളുടെ വേട്ടയാടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അധ്യായം 3A സംരക്ഷിക്കേണ്ട സസ്യജാലങ്ങളെ കുറിച്ച് പറയുന്നു. അധ്യായം 4 പറഞ്ഞത് സംരക്ഷിത പ്രദേശങ്ങൾ, അതായത് ദേശീയ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെക്കുറിച്ച് പറയുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 4B വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യായം 4B ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ പരീക്ഷയ്ക്കും ചോദിക്കും. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ അത് ഏത് അധ്യായത്തിലാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അധ്യായം 4B ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി, അല്ലെ? ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി. അധ്യായം 5 എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ വന്യമൃഗങ്ങളുടെ വ്യാപാരം, വാണിജ്യം. വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരം, വാണിജ്യം എന്നിവയുടെ കാര്യമാണ് അധ്യായം 5 പറയുന്നത്. അധ്യായം 5. അധ്യായം 6 പറയുന്ന കാര്യം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കണ്ടെത്തലും തടയലുമാണ്. വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കണ്ടെത്തലും തടയലുമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? അധ്യായം 6. അധ്യായം 6. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്യജീവി സംരക്ഷണ നിയമം. ആ വന്യജീവി സംരക്ഷണ നിയമം വരുന്നത് 1972 അല്ലെ? അത് പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിൽ 7 അധ്യായങ്ങൾ, 4 പട്ടിക, 4 ഷെഡ്യൂൾ. അതിൽ 7 അധ്യായം എന്ന് പറഞ്ഞതിൽ അധ്യായം 2 ദേശീയ സംസ്ഥാന വന്യജീവി ബോർഡുകളെ കുറിച്ച് പറയുന്നത്. അധ്യായം 3 പറയുന്നത് മൃഗങ്ങളുടെ വേട്ടയാടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അധ്യായം 3A പറയുന്നത് സംരക്ഷിക്കേണ്ട സസ്യങ്ങളെ കുറിച്ചാണ്. അധ്യായം 4 പറഞ്ഞത് സംരക്ഷിത പ്രദേശങ്ങളെ കുറിച്ചാണ്, അതായത് ദേശീയ പാർക്ക്, വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ്. 4B പറയുന്നത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ചാണ്. 5 പറഞ്ഞ കാര്യം എന്താണ്? വന്യമൃഗങ്ങളുടെ വ്യാപാരം, വാണിജ്യം. അതുപോലെ അധ്യായം 6 പറഞ്ഞ കാര്യം എന്താണ്? കുറ്റകൃത്യങ്ങളെ കണ്ടെത്തുന്നതും തടയുന്നതും. കുറ്റകൃത്യങ്ങളെ കണ്ടെത്തുന്നതും തടയുന്നതും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നിയമത്തിൽ 4 ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഷെഡ്യൂൾ 1 എന്താണ് എന്ന് ചോദിച്ചാൽ ആനിമൽ വിത്ത് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ, അതായത് വളരെയധികം സംരക്ഷണം വേണ്ട മൃഗങ്ങൾ. ഈ പറഞ്ഞ നിയമപ്രകാരം വളരെയധികം സംരക്ഷണം വേണ്ട മൃഗങ്ങൾ അത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര്, അതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ ആ പറഞ്ഞ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആനിമൽ വിത്ത് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ് ഷെഡ്യൂൾ 1. ഇനി അത് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ 2 പറയുന്ന കാര്യം എന്താണ്? ആനിമൽ വിത്ത് ലെസ് പ്രൊട്ടക്ഷൻ, അതായത് വലിയ സംരക്ഷണം ആവശ്യമില്ലാത്ത വന്യമൃഗങ്ങളെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? ഷെഡ്യൂൾ 2 പറയുന്നത്. വലിയ സംരക്ഷണം ആവശ്യമില്ല, കനത്ത സംരക്ഷണം ഒന്നും ആവശ്യമില്ല, അങ്ങനെയുള്ള വന്യമൃഗങ്ങളെ കുറിച്ചാണ് ഷെഡ്യൂൾ 2 പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 1 ആനിമൽ വിത്ത് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ, ഷെഡ്യൂൾ 2 ആനിമൽ വിത്ത് ലെസ് പ്രൊട്ടക്ഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ 3 ഷെഡ്യൂൾ 3 പറയുന്നത് പ്രൊട്ടക്റ്റഡ് പ്ലാന്റ് സ്പീഷീസ്, അതായത് സംരക്ഷിക്കേണ്ട സസ്യങ്ങൾ, അല്ലെ? സംരക്ഷിക്കേണ്ട സസ്യങ്ങൾ. 3A എന്ന് പറയുന്ന അധ്യായത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഏതൊക്കെ സസ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടാവും. സസ്യങ്ങളുടെ പേര്, അതിൻ്റെ ശാസ്ത്രീയ നാമം, അതെല്ലാം അതിനകത്ത് ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അതാണ് ഷെഡ്യൂൾ 3 പ്രൊട്ടക്റ്റഡ് പ്ലാന്റ് സ്പീഷീസ്. ഇനി അത് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ 4 ഷെഡ്യൂളേ ഉള്ളൂ. അതിൽ അവസാനത്തെ ഷെഡ്യൂൾ 4 പറയുന്നത് സ്പീഷീസ് ലിസ്റ്റഡ് അണ്ടർ സൈറ്റ്സ്. സ്പീഷീസ് ലിസ്റ്റഡ് അണ്ടർ സൈറ്റ്സ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൈറ്റ്സ് അവിടെ സ്മോൾ ലെറ്റർ ആണ് എഴുതിയിരിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു വരേണ്ടിയിരുന്നത്. CITES. സൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു കരാറാണ്. സൈറ്റ്സ് എന്ന് പറയുന്നത് കരാർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. സൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര കരാറാണ്. എന്തുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കരാർ?
വന്യജീവികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വന്യജീവികളുടെ വ്യാപാരം വാണിജ്യവുമായി ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര കരാറാണ് ഏത്? സൈറ്റ്സ്. ആ പറഞ്ഞ വ്യാപാരം വാണിജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ജീവവിഭാഗത്തിൻ്റെ നാശത്തിന് കാരണമാകരുത്. അപ്പം അങ്ങനെയുള്ള ഒരു കരാറാണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങളൊക്കെ ഒപ്പിട്ടിരിക്കുന്ന ഒരു കരാറാണ്. ആ കരാറിൽ ചില ജീവികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ജീവികളുടെ കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സൈറ്റ്സ് എന്ന് പറയുന്ന കരാറിൽ പ്രതിപാദിക്കപ്പെടുന്ന ജീവജാലങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഏത് ഷെഡ്യൂളിലാണ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അത് ഷെഡ്യൂൾ 4-ലാണ്. അപ്പോൾ ഷെഡ്യൂൾ 1 വളരെയധികം സംരക്ഷണം വേണ്ട വന്യജീവികളെ കുറിച്ചാണ് പറയുന്നത്. ഷെഡ്യൂൾ 2 അത്രയധികം സംരക്ഷണം ആവശ്യമില്ലാതെ ഉള്ള വന്യജീവികളെ കുറിച്ചാണ്. ഷെഡ്യൂൾ 3 സംരക്ഷിക്കപ്പെടേണ്ട സസ്യങ്ങളെക്കുറിച്ചാണ്. ഷെഡ്യൂൾ 4 പറയുന്നത് സൈറ്റ്സ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര കരാറിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചാണ് ഷെഡ്യൂൾ 4-നകത്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ നിയമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മറ്റു ചില സ്ഥലത്ത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയ വന്യജീവി ബോർഡ്, അല്ലേ? ദേശീയ വന്യജീവി ബോർഡിനെ കുറിച്ച് വന്യജീവി സംരക്ഷണ നിയമത്തിൽ പറയുന്നില്ലേ? പറയുന്നുണ്ട്. 1972 ദേശീയ വന്യജീവി സംരക്ഷണ നിയമത്തിൽ അധ്യായം 2 വന്യജീവി ബോർഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദേശീയ സംസ്ഥാന വന്യജീവി ബോർഡുകളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? ആ പറഞ്ഞ ദേശീയ വന്യജീവി ബോർഡ് നിലവിൽ വരുന്നത്, ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്നത് 2003-ലാണ്. 2003-ലാണ്. അതിന്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ എവിടെ ആയിരിക്കും? ന്യൂഡൽഹിയിലാണ്, അല്ലെ? ദേശീയ വന്യജീവി ബോർഡ് നിലവിൽ വരുന്നത് 2003. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സ്ഥാപനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് ഞാൻ പറയുന്നു. ശരിയാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറയുന്നത്? പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സ്ഥാപനമാണോ എങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറയും, അല്ലെ? അപ്പൊ ഇവിടെ വന്യജീവി സംരക്ഷണ നിയമം 1972 അധ്യായം 2-നകത്ത് ഏതിനെ കുറിച്ച് പറയുന്നുണ്ട്? ദേശീയ വന്യജീവി ബോർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 2003 രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? ദേശീയ വന്യജീവി ബോർഡിന്റെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ നല്ല ചോദ്യമാണ്. അത് പ്രധാനമന്ത്രിയാണ്. ദേശീയ വന്യജീവി ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്, അല്ലെ? അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ദേശീയ വന്യജീവി ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരായിരിക്കും? ഉപാധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കും. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ ഉപാധ്യക്ഷൻ. അപ്പോൾ ദേശീയ വന്യജീവി ബോർഡ് 2003 രൂപം കൊണ്ടു. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ അധ്യായം 2 പ്രതിപാദിക്കുന്ന ആ പറഞ്ഞ ദേശീയ വന്യജീവി ബോർഡ് ആ നിയമപ്രകാരം 2003 രൂപീകരിക്കപ്പെട്ടു. അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ആസ്ഥാനം ഡൽഹിയാണ്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഉപാധ്യക്ഷനായിട്ടുള്ളത് എന്താണ്? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയാണ്, അതായത് ഭൂപേന്ദ്ര യാദവ്. ഇപ്പോഴത്തെ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവ്. ശരി, അപ്പൊ അത് ഉപാധ്യക്ഷൻ ആരെന്നുള്ളത് ഓർക്കണം. പിന്നെ അവിടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ദേശീയ വന്യജീവി ബോർഡ്, ദേശീയ വന്യജീവി ബോർഡിന്റെ 2025 സമ്മേളനം, ദേശീയ വന്യജീവി ബോർഡിന്റെ ഒരു സമ്മേളനം 2025 നടന്നു. ആ 2025 സമ്മേളനം നടന്നത് ഏത് ദേശീയ പാർക്കിൽ വെച്ചാണ് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിലെ ഗിർ ദേശീയ പാർക്ക് വെച്ചിട്ടാണ്, അല്ലെ? ഏഷ്യൻ സിംഹങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ഈ പറഞ്ഞ പാർക്കുണ്ടല്ലോ, ഗിർ ദേശീയ പാർക്ക്, ഗുജറാത്തിലെ ഗിർ ദേശീയ പാർക്ക് വെച്ചിട്ടാണ് 2025 ദേശീയ വന്യജീവി ബോർഡിന്റെ സമ്മേളനം നടന്നത് എന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? സംസ്ഥാന വന്യജീവി ബോർഡ്. സംസ്ഥാന വന്യജീവി ബോർഡ് അതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? അത് മുഖ്യമന്ത്രി ആയിരിക്കും. അവിടെ പ്രധാനമന്ത്രിയാണ്, അപ്പൊ ഇവിടെ മുഖ്യമന്ത്രിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഉപാധ്യക്ഷനോ? വനം വകുപ്പ് മന്ത്രിയായിരിക്കും. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് വനം വകുപ്പ് മന്ത്രിയായിരിക്കും. ആരാണ് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി? നിങ്ങൾക്കറിയാം, AK ശശീന്ദ്രൻ, അല്ലെ? അപ്പൊ സംസ്ഥാന വന്യജീവി ബോർഡ്.
അപ്പോൾ ഇതെല്ലാം വന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ? വന്യജീവി സംരക്ഷണ നിയമം. ഏത് അധ്യായത്തിലാണ് ഇത് പറയുന്നത്? അധ്യായം 2. ശരി, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ സംസ്ഥാന വന്യജീവി ബോർഡിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് വേറെ ബോർഡ് കൂടി ഇപ്പോൾ ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കണം. എന്താണ്? ദേശീയ ജൈവ വൈവിധ്യ ബോർഡ്. ദേശീയ ജൈവ വൈവിധ്യ ബോർഡ്, അങ്ങനെ ഒരു സ്ഥാപനം വേറെയുണ്ട്, ദേശീയ ജൈവ വൈവിധ്യ ബോർഡ്. അത് നിലവിൽ വരുന്നത് വേറൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതേത് നിയമം? ദേശീയ ജൈവ വൈവിധ്യ നിയമം 2002. ദേശീയ ജൈവ വൈവിധ്യ നിയമം 2002. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ജൈവ വൈവിധ്യ ബോർഡ് വന്നത്, അല്ലെ? ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതും എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ദേശീയ വന്യജീവി ബോർഡ് പോലെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ദേശീയ ജൈവ വൈവിധ്യ ബോർഡ്. പക്ഷെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്? വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. പിന്നെ ഏതാണ്? ദേശീയ ജൈവ വൈവിധ്യ നിയമം 2002. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്, ദേശീയ ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കും. ഡൽഹി എന്ന് എഴുതരുത്, ഡൽഹി എന്ന് എഴുതരുത്. പിന്നെ ഏതാണ്? ചെന്നൈ. ദേശീയ ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചെന്നൈയിലാണ് എന്ന് എഴുതണം. തെറ്റിക്കരുത്, ഒരു മാർക്ക് കളയരുത്. അപ്പൊ ദേശീയ ജൈവ വൈവിധ്യ ബോർഡ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഇതുപോലെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുണ്ട്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2002 ദേശീയ ജൈവ വൈവിധ്യ നിയമം, 2008 സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം, അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഏത്? സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്. അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം തന്നെയാണ്. ഏത്? സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്. അതിന്റെ ആസ്ഥാനം എവിടെ? അതിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്, അല്ലെ? സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. അത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണോ? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഏതാണ് ഈ പറഞ്ഞ അടിസ്ഥാനം? ഈ സ്ഥാപനം ഉണ്ടാവുന്നതിന് കാരണമായത് ദേശീയ ജൈവ വൈവിധ്യ നിയമം, സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സ്ഥാപനമാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു, ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി, അല്ലെ? വന്യജീവി സംരക്ഷണ നിയമം 972. അതിനകത്ത് അധ്യായം 4B, വന്യജീവി സംരക്ഷണ നിയമം അധ്യായം 4B. അതിലെന്തിനെ കുറിച്ച് പറയുന്നു? ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി, അല്ലെ? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, അല്ലെ? അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് വന്നത്? ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത്. ഇനി അവിടെ ചോദിക്കുന്ന ചോദ്യം, ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? നല്ല ചോദ്യമാണ്. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി എന്ന് എഴുതരുത്. അതാരാണ്? വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. അതായത് ഭൂപേന്ദ്ര യാദവ് ആണ്. ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അത് ന്യൂഡൽഹിയാണ്. ദേശീയ ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് എവിടെയെന്ന് എഴുതണം? അത് ചെന്നൈ എന്ന് എഴുതണം. അതേസമയം ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ കാര്യം ചോദിച്ചാലും ദേശീയ വന്യജീവി ബോർഡിന്റെ കാര്യം ചോദിച്ചാലും അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചു വെക്കണം. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, അങ്ങനെ ഒരു സംഘടനയുണ്ട്. ഇന്ത്യ നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, അല്ലെ? ബിഗ് കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൂച്ച ഇനത്തിൽപ്പെട്ട വന്യജീവികൾ. പൂച്ച ഇനത്തിൽപ്പെട്ട വന്യജീവികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സിംഹമുണ്ട്, അതിനകത്ത് കടുവയുണ്ട്, അതിനകത്ത് ചീറ്റയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, അല്ലെ? ജഗ്വാർ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ജീവിയുണ്ട്, പ്യൂമ, അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ വരുന്ന 7 തരത്തിലുള്ള പൂച്ച വിഭാഗത്തിലെ വന്യജീവികൾ. ആ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ഇന്ത്യ നേതൃത്വം കൊടുത്ത് രൂപം കൊടുത്ത ഒരു സ്ഥാപനമാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. 2025 അതിൻ്റെ സമ്മേളനം ഡൽഹിയിൽ വെച്ച് നടന്നു. ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടത് ആരെ എന്ന് ചോദിച്ചാൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ നിലവിൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവാണ്, അല്ലെ? അതുപോലെ നിലവിൽ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ അധ്യക്ഷൻ ആരെ എന്ന് ചോദിച്ചാൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്, ഭൂപേന്ദ്ര യാദവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമുക്ക് പഠിക്കാം.
അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട്സ് ആവശ്യമുണ്ട് എങ്കിൽ, അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ, ആ പരീക്ഷയ്ക്ക് പഠിക്കാൻ എളുപ്പത്തിൽ പഠിക്കാൻ ഒരു പുസ്തകം തപ്പി നിങ്ങൾ നടക്കുകയാണെങ്കിൽ ആ പുസ്തകം ദാ ഇവിടെയുണ്ട്. 88 പേജുകളുള്ള ഒരു പുസ്തകം. ഈ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. 1-2 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് പൂർത്തിയാക്കാം. അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ഈ ഭാഗം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്പെട്ടുവെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.